ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം മലബാർ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഒന്ന് മാത്രമാണ് ശരി. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ. 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97°25' കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം. ബഗ്ലിഹാർ. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? താഴെ പറയുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രട്ട്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് കുരജട അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് APJ അബ്ദുൽ കലാം. യൂണിയൻ ലിസ്റ്റ് സെൻസസ്. സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ. കൺകറന്റ് ലിസ്റ്റ് വനം. അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. 2ഉം 3ഉം തെറ്റാണ്. 73ഉം 74ാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് എന്നത് തെറ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-നാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഓപ്ഷൻ സി തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. MGNREGA-യുടെ പൂർണ്ണരൂപം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. 2 തെറ്റാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പാണ് വകുപ്പ് 370.
ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കുക. OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ക്ലോറോഫ്ലൂറോ കാർബണുകൾ. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായത്: സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലീ രോഗങ്ങൾക്ക് കാരണമാകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം 5.6-ൽ താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണിത്. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം Gയുടെ മൂല്യം 0. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. ഗാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വെൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ഏത് വാഹനത്തിലാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു? 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബണൈഡ് ഉണ്ടെങ്കിൽ അതിൽ ജലവുമായി സമ്പർക്കമുണ്ടായാൽ പുറത്തുവരുന്ന വാതകം അസറ്റലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലയപ്പുലയ ആട്ടം. ഓപ്ഷൻ ഡി. താഴെ പറയുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഡി. ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. നിരീശ്വരൻ, VJ ജെയിംസ്, മീഷ, S ഹരീഷ്. ലന്തൻ ബത്തേരിയിലെ ലുന്തിനിയകൾ NS മാധവൻ. സമ്പർക്കകാന്തി V ഷിനിലാൽ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡി: വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം, പൂത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത, നാട്യശാസ്ത്രം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡയനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡയാസ്പോറ ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഡീപ്സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. സംസ്ഥാന നിയമസഭയ്ക്ക്
നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ മാത്രം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്? 338. ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? എല്ലാം ശരിയാണ്. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം. ഏതൊരാൾക്കും? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം 18 വയസ്സിനു താഴെ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിൽ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283 റിപ്പോർട്ട്. മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 2D രക്ഷിതാവ് എന്നാൽ ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഉൾപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ. വ്യാകരണം പഠിച്ചവൻ വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ജനകൻ ജാനകി. കൊന്നമരം എന്ന അർത്ഥം വരാത്തത് സൗവർണം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഭരതവാക്യം ചൊല്ലുക. പരോപകാരം പിരിച്ചെഴുതിയാൽ പരാ പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീതം ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകുക. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കപോലം തലയോട്ടി. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്.